ഹായ് ഗൈസ്, അപ്പൊ ഞാൻ കാര്യം ചോദിക്കാനാ വന്നത്. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? കുറെ ദിവസമായിട്ട് അവൻ പല്ല് വേനയുടെയാന്ന് പറഞ്ഞിട്ട് വെക്കുന്നു. ഇത് പല്ല് വേനയ്ക്ക് ഉള്ളതാണോ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും. അവൻ വരുന്നുണ്ടാ നോക്കിയത്, അപ്പൊ അന്ന് തന്നെ അടിക്കും. പല്ല് വേനയുടെ ആണോന്ന് അറിയാൻ വയ്യാത്തോണ്ട് കുറെ ദിവസമായി ഒരു പാക്കറ്റ് ഇന്നലെ മേടിച്ച് വെച്ച് ഇത് തീരുന്നു. ഇത് പുതിയതാണ്, എന്ത് പുതിയത് പറയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും. പല്ല് വേനയുടെ ആണോ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും. പുതിയ പാക്കറ്റോ? എന്റെ മോനെ. ഹായ് ഗൈസ്, അപ്പോൾ അവൻ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഒരു ജ്യൂസും കൈ വെച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ടെറസിൻ്റെ മേളിൽ ഒളിഞ്ഞിരിക്കുക. അപ്പം അവൻ്റെ അടുത്തോട്ട് പോയി അത് മേടിക്കാം. അവനവിടെ ഇരിപ്പുണ്ട്. പോ എടാ, ജ്യൂസ് താടാ, ജ്യൂസ് താനിക്ക്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത് ജ്യൂസ് അല്ല, കൊട്ടിക്കളയില് അഭിനയിച്ചാണോ പറയണ്ടേ? ഞാനത് ഇവിടെ എന്തോ തപ്പന്നെ. എടാ, മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എണീച്ച് പോടാ, എണീച്ച്. നിന്റെ അപ്പം വാങ്ങി തരും മേരെ. കഷ്ടപ്പെട്ട് സാധനമാണ് എനിക്ക് തന്നത്. പട്ടി പൊന്നോ ഒടുക്കത്താ. പിന്നെ ഇത് കണിയല്ല, കെണിയാ. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് വേണ്ടായിരുന്നു. ദൈവം ഇറങ്ങി ഓടാത്തത് ബാക്കി. എന്താടോ നന്നാവാത്ത? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും. അടുത്ത് വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. നിന്നു കോരി വർണ്ണം വർണ്ണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. സരി സരി കാലിസേനേ നയനം നയനം. എന്ത് പ്രഹസനമാണ് സജി. വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോകാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല. അയ്യാ പോകല്ലേ, അയ്യാ പോകല്ലേ, അയ്യാ പോകല്ലേ എന്നൊന്നും. ബ്ലഡി സ്വീറ്റ്.